10 ദിവസം മുൻപ് ഗാസ സമാധാന കരാറിൽ ഒപ്പിട്ട് ഗാസ മുനമ്പിൽ വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും അശാന്തി ഒഴിയുന്നില്ല. 10 ദിവസത്തിനിടെ 100ഓളം തവണ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ആക്രമണം നടത്തിയ ഇസ്രായേൽ വെടിനിർത്തൽ പുനഃസ്ഥാപിച്ചതായി പറയുന്നുണ്ട് എങ്കിലും അതും ഇനി എത്ര ദിവസത്തേക്കെന്ന് അറിയില്ല. ഇക്കഴിഞ്ഞ 10 ദിവസത്തിനിടെ ചുരുങ്ങിയത് 100 പേർ ഗാസ മുനമ്പിൽ മരിക്കുകയും 200-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. റഫ അടക്കം വിവിധയിടങ്ങളിൽ പോർവിമാനങ്ങൾ ഉപയോഗിച്ച് ബോംബാക്രമണം നടത്തിയ ശേഷമാണ് ഇസ്രായേൽ വെടിനിർത്തൽ പുനഃസ്ഥാപിച്ചതായി അറിയിച്ചത്. വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നാരോപിച്ച് ഹമാസിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശം നൽകുകയും ചെയ്തു. റഫ ഇടനാഴി ഉടൻ തുറക്കില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹമാസിന്റെ വെടിനിർത്തൽ കരാർ ലംഘനം തുടർന്നാൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അമേരിക്കയും വ്യക്തമാക്കിയിട്ടുണ്ട്. 10 ദിവസം മുൻപ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വലിയ ആക്രമണമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇരുവിഭാഗങ്ങളും വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്ന് പരസ്പരം ആരോപിച്ചിരുന്നുവെങ്കിലും വലിയ ആക്രമണങ്ങളിലേക്ക് കടന്നിരുന്നില്ല. എന്നാൽ ഇതിനു പിന്നാലെയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. ഒക്ടോബർ 10 മധ്യസ്ഥ രാഷ്ട്രങ്ങളുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ കരാറിൽ ഹമാസും ഇസ്രായേലും ഒപ്പിട്ടിരുന്നുവെങ്കിലും ഇതിനു പിന്നാലെ 80ഓളം തവണ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇതിൽ ആകെ 97 പേർ കൊല്ലപ്പെടുകയും 230 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷമാണ് ഇപ്പോൾ വെടിനിർത്തൽ കരാർ പുനഃസ്ഥാപിച്ചതായി ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വ്യോമാക്രമണത്തിൽ ഡസൻ കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടമായതിന് പിന്നാലെ വെടിനിർത്തലിന്റെ സ്ഥിരത സംബന്ധിച്ച് ആശങ്ക ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഉന്നതതല യോഗം ചേർന്ന ശേഷം വെടിനിർത്തൽ പുനഃസ്ഥാപിച്ചതായി ഇസ്രായേൽ പ്രഖ്യാപിച്ചത്. അമേരിക്കയും മറ്റ് മധ്യസ്ഥ രാഷ്ട്രങ്ങളും ഇടപെട്ട് വെടിനിർത്തലിന് പരസ്പരം ധാരണ ഉണ്ടാക്കിയതിനു ശേഷവും സംഘർഷങ്ങൾ നടക്കുന്നത് ഗാസ മുനമ്പിനെ അശാന്തമാക്കുന്നുണ്ട്. ഇസ്രായേലോ ഹമാസോ തങ്ങളുടെ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാതെ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഹമാസ് ഇസ്രായേൽ സേനയ്ക്ക് നേരെ റോക്കറ്റ് ആക്രമണം വരെ നടത്തിയെന്ന് ഇസ്രായേലും അങ്ങനെയൊന്നും നടന്നിട്ടേയില്ലെന്ന് ഹമാസും ആണയിട്ട് പറയുന്നു. തെക്കൻ ഗാസയിലെ റാഫ, വടക്കൻ ഗാസയിലെ ജബാലിയ, ദെയ്റൽ ബലാഹി, ഖാൻ യൂനിസിലെ അബാസൻ എന്നിവിടങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേന ആക്രമണം നടത്തിയത് തെല്ലൊന്നുമല്ല ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുള്ളത്. ഇത് വെടിനിർത്തൽ കരാറിന്റെ ഭാവി ആശങ്കയിലാക്കിയിരിക്കുകയാണ്. വെടിനിർത്തൽ കരാർ പ്രകാരം പലസ്തീനിലെ സുപ്രധാന നഗരങ്ങളിൽ നിന്നെല്ലാം ഇസ്രായേൽ സേന പിന്മാറിയെങ്കിലും ഗാസയിൽ തന്നെ ഇപ്പോഴും തുടരുകയാണ്. കരാർ പൂർണ്ണമായാൽ മാത്രമേ സമ്പൂർണമായ സൈനിക പിന്മാറ്റം സാധ്യമാകുകയുള്ളൂ. പക്ഷേ അതിനിടയിൽ തന്നെ ഇരുവരും ഇത്തരത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്നത് വെടിനിർത്തലിന്റെ ഭാവി തുലാസിലാക്കും. മുച്ചൂടും തകർന്നു കിടക്കുന്ന പലസ്തീനിലേക്ക് അന്താരാഷ്ട്ര സഹായങ്ങൾ എത്തിക്കുക എന്നത് തീർത്തും ശ്രമകരമായിട്ടുണ്ട്. ഗാസ മുനമ്പിനെയും ഈജിപ്തിനെയും വേർതിരിക്കുന്ന റഫ ഇടനാഴി തുറന്നാലല്ലാതെ ഗാസയിലേക്ക് സഹായങ്ങൾ എത്തിക്കാനാകില്ല. എന്നാൽ ഇക്കാര്യത്തിൽ ഇസ്രായേൽ കാണിക്കുന്ന പിടിവാശി ഗാസയിലെ ജീവിതങ്ങളെ ദുരിതത്തിലാക്കും. പ്രധാനമായും വെടിനിർത്തൽ കരാറിൽ പറഞ്ഞതുപ്രകാരം ബന്ദികളുടെ മൃതദേഹങ്ങൾ ഹമാസ് വിട്ടു നൽകിയില്ല എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. കരാർ പ്രകാരം 28 ബന്ദികളുടെ മൃതദേഹങ്ങളാണ് കൈമാറാനുള്ളത്. എന്നാൽ ഇതുവരെ 12 മൃതദേഹങ്ങളാണ് ഹമാസ് കൈമാറിയത് എന്ന് ഇസ്രായേൽ കുറ്റപ്പെടുത്തുന്നു. ഇത് കരാർ ലംഘനമാണ് എന്നും കാലതാമസം ഒഴിവാക്കി മുഴുവൻ മൃതദേഹങ്ങളും വിട്ടു നൽകാതെ റാഫ ഇടനാഴി തുറക്കില്ല എന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. റാഫ ഇടനാഴി തിങ്കളാഴ്ച തുറക്കുമെന്ന ഈജിപ്തിലെ പലസ്തീൻ എംബസി പ്രഖ്യാപനത്തെ അവഗണിച്ചുകൊണ്ടാണ് നെതന്യാഹു അതിർത്തി തുറക്കില്ല എന്ന് അറിയിച്ചത്. അതേസമയം റാഫ ഇടനാഴി ഉടൻ തുറക്കില്ല എന്ന നെതന്യാഹുവിന്റെ പ്രസ്താവന വെടിനിർത്തൽ കരാറിന്റെയും മധ്യസ്ഥർക്ക് നൽകിയ ഉറപ്പുകളുടെയും നഗ്നമായ ലംഘനമാണ് എന്നാണ് ഹമാസിന്റെ അഭിപ്രായം. അതിർത്തി തുടർച്ചയായി അടച്ചിടുന്നത് മരിച്ച ബന്ദികളുടെ മൃതദേഹങ്ങൾ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്തുന്നതിനും തിരിച്ചറിയുന്നതിനും ആവശ്യമായ ഉപകരണങ്ങൾ കൊണ്ടുവരുന്നത് തടയുമെന്നും അത് മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നതിനും കൈമാറുന്നതിനും കാലതാമസം വരുത്തുമെന്നുമാണ് ഹമാസ് വ്യക്തമാക്കുന്നത്. ഒപ്പം ഇസ്രായേൽ വിട്ടു നൽകിയ മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകുന്നില്ല എന്നും അതിനായി ഒരു DNA ടെസ്റ്റിംഗ് ഉപകരണം അത്യാവശ്യമാണ് എന്നും ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ വിട്ടു നൽകിയ മൃതദേഹങ്ങൾ അതിക്രൂരമായ പീഡനത്തിന് ഇരയായതായി ഹമാസ് കുറ്റപ്പെടുത്തുന്നു. അതേസമയം വെടിനിർത്തൽ കരാർ ഹമാസ് ലംഘിക്കുന്നുവെന്നതിന്റെ വിശ്വസനീയമായ റിപ്പോർട്ടുകൾ ലഭിച്ചുവെന്നും ആക്രമണവുമായി ഹമാസ് മുന്നോട്ടു പോയാൽ ഗാസയിലെ ജനങ്ങളെ സംരക്ഷിക്കാനും കരാറിന്റെ അഖണ്ഡത നിലനിർത്താനും ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ പക്ഷേ US തയ്യാറായിട്ടില്ല.
തന്റെ അധ്യക്ഷതയിൽ പ്രാബല്യത്തിൽ വന്ന കരാർ പാലിക്കുന്നതിൽ ഹമാസ് വീഴ്ച വരുത്തിയാൽ ഗാസയിലെ പോരാട്ടം പുനരാരംഭിക്കാൻ ഇസ്രായേൽ സൈന്യത്തെ അനുവദിക്കുന്നത് പരിഗണിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കിയിട്ടുണ്ട്.